ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പഴയൊരു വീടിൻ്റെ വർക്ക് ഏരിയ ആണ്. വർഷങ്ങൾ പഴക്കമുണ്ട്. അപ്പം ആ വർക്ക് ഏരിയയിൽ നമുക്ക് എത്ര പോയിൻ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ കൺസീൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതൊരു ചെറിയൊരു ഏരിയ ആണ്. അവിടെ പഴയ ഓപ്പൺ വയറിംഗ് ആണ്, അതായത് ഒറ്റക്കമ്പി വയറിംഗ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രത്തോളം നല്ല ഹൈറ്റിലാണ് പഴയ സ്വിച്ച് ബോർഡ് വെച്ചേക്കുന്നത്. പിന്നീട് സ്വിച്ച് ബോർഡ് പിന്നീട് ഹൈലത്തിലോട്ട് മാറ്റിയതാണ്. ആദ്യം മൈക്കായിരുന്നു, പിന്നീട് ഹൈലൻ ഷീറ്റിൻ്റെ അകത്ത് കട്ട് ചെയ്ത് മേടിച്ച് അതിൻ്റെ അകത്ത് വെച്ചാണ്. ഇപ്പം നമ്മൾ വെച്ചേക്കുന്നത് 8 മോഡ്യൂളിൻ്റെ ഇൻഡോ ഏഷ്യൻ്റെ ബോക്സാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതേപോലെ വെട്ടുകല്ലാണ്, നമ്മൾ അതുവഴി മെഷീൻ കൊണ്ട് കട്ട് ചെയ്ത് നമ്മൾ ഇടിച്ചിട്ടുണ്ട്. കൂടുതൽ നമ്മൾ കൈ കൊണ്ട് മെഷീൻ കൊണ്ട് ഇടിച്ചിട്ടില്ല. കാരണം വെട്ടുകല്ലായതുകൊണ്ട് പഴയ ഭിത്തിയും കൂടെ ആയതുകൊണ്ട് എല്ലാം അടന്ന് വീഴും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. നമ്മൾ പിന്നെ കട്ടർ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ട് പിന്നെ ചെറിയ ഉളിക്ക് തട്ടി ഇളക്കുമായിരുന്നു ചെയ്തത്. നമ്മൾ അങ്ങനെയാണ് എടുത്തത്. നല്ലെന്നുണ്ട് സൈഡ് ഫുള്ള് ഇളകി പോകും, കാരണം യാതൊരു പിടുത്തവും ഇല്ലാതെ നിൽക്കുന്നതാണ്. വെട്ടുകല്ലായതുകൊണ്ടാണ് അങ്ങനെ. അതും അല്ല, വർഷങ്ങൾ പഴക്കമുള്ളതുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒരു ലൈറ്റ് പോയിൻ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓൾറെഡി പഴയ ലൈനിങ് കണ്ടാലറിയാം, അതൊക്കെ പിന്നീട് മാറ്റിയതാണ്. ഇപ്പം നമ്മളൊരു ലൈറ്റ് പോയിൻ്റ് പുതിയതായിട്ട് വെച്ച് അതിൽ നേരെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ തന്നെ ഒരു ബാത്റൂമുണ്ട്. ഈ ബാത്റൂമിൻ്റെ സൈഡിൽ നമ്മൾ ഒരു ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ജംഗ്ഷൻ ബോക്സിൻ്റെ അകത്തുനിന്ന് ഹോളടിച്ച് ബാത്റൂമിൻ്റെ അകത്തോട്ട് നമ്മളൊരു ലൈറ്റ് പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നേരെ സൈഡിൽ കൂടെ വന്ന് നമ്മൾ ഔട്ട് സൈഡിലും ഒരു ലൈറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ബൾക്കറ്റ് ലൈറ്റ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഔട്ട് സൈഡ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ വർക്ക് ഏരിയയിലെ ലൈനിങ്. കാരണം 3 പോയിൻ്റ് മതി. അവിടെ ഒരു ബാത്റൂം ഉണ്ടായതുകൊണ്ട് ബാത്റൂമിൻ്റെ ഏരിയയിലും അതേപോലെ ഔട്ട് സൈഡിലും പിന്നെ ഇവിടെ ഒരു ലൈറ്റ് പോയിൻ്റ് മാത്രം മതി. നമ്മൾ ഇവിടെ 3 പോയിൻ്റുകളും അതേപോലെ തന്നെ ഒരു സ്വിച്ചും അതേപോലെ ഒരു സോക്കറ്റും വെക്കുന്നുണ്ട്. നമ്മൾ പൈപ്പ് എടുത്തേക്കുന്നത് ബെൻഡിങ് പൈപ്പാണ്. വളയ്ക്കാൻ പറ്റുന്ന സ്പ്രിങ് കയറ്റി വളയ്ക്കാൻ പറ്റുന്ന പൈപ്പുകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളത് ബാൽക്കോടെ പൈപ്പുകളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പം അങ്ങനെ ബെൻഡിങ് പൈപ്പുകൾ എടുക്കാനുള്ള മെയിൻ കാരണം ഫിറ്റിങ്സുകൾ കുറയും, അതായത് എൽബോയും ബെൻഡുകളും പരമാവധി ഒഴിവാകും. ഈ എൽബോയും ബെൻഡുകളും വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തൂടെ പുള്ളർ കയറ്റി വലിക്കാൻ പറ്റത്തില്ല. ഇതാണെന്നുണ്ടെങ്കിൽ ബെൻഡിങ് പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതുവഴി കയറ്റി വിട്ട് വലിക്കാൻ പറ്റും, വയർ വലിച്ചെടുക്കാൻ പറ്റും. അപ്പം വയറിൻ്റെ സ്ലീവ് പോകുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പർ പൊട്ടി പോകുമെന്നോ ഒന്നും പേടിക്കേണ്ട. മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നത് ഫിറ്റിങ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലുള്ള ബെൻഡിങ് പൈപ്പുകൾ ഉപയോഗിച്ചാൽ അത്രത്തോളം ഈസി ആയിരിക്കും. അതേപോലെ തന്നെ സേഫായിട്ട് വയറും അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. പിന്നെ പഴയ ഭിത്തി ആയതുകൊണ്ട് നമ്മൾ ആ ഭിത്തി ലെവലിനാണ് വെച്ചേക്കുന്നത്, അതായത് പരാപരം രീതിയിലാണ് ബോക്സ് വെച്ചേക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് തേച്ച് വിട്ടേക്കുന്നത്. കാരണം ബോക്സ് അല്ലെങ്കിൽ വെളിയിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പഴയ ഭിത്തിയും അതുപോലെ തേച്ചതും ആയതുകൊണ്ട് അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അതിൻ്റെ ഷീറ്റ് തന്നെ വെളിയിലോട്ട് തെള്ളി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരാപരത്തിനാണ് നമ്മൾ ബോക്സ് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ജംഗ്ഷനും വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ പരുക്കൻ രീതിയിൽ ചെറുതായിട്ട് ശാന്ത് പറ്റിച്ച് വിട്ടിട്ടുണ്ട്. ഇനി അത് ഫിനിഷിംഗ് ആയിട്ട് ആ ഭിത്തിക്ക് ഫിനിഷിംഗ് ആയിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. കാരണം ഈ ചാന്ത് ഉണങ്ങിയതിന് ശേഷമേ അങ്ങനെ നമുക്ക് തേച്ച് പിടിപ്പിക്കാൻ പറ്റൂ. അതിനുശേഷം അതിന് മുകളിൽ കൂടി തന്നെ നമുക്ക് ഗ്രൗട്ടും തേച്ച് പോകണം, എന്നാലേ പിടുത്തം കറക്റ്റ് ആകത്തുള്ളൂ. അതേപോലെ ഫിനിഷിങ്ങും കറക്റ്റായി കിട്ടത്തുള്ളൂ. ഇവിടെല്ലാം നമ്മൾ ഉപയോഗിച്ച 20യുടെ ജംഗ്ഷൻ ബോക്സുകളും അതേപോലെ 20യുടെ ബെൻഡിങ് പൈപ്പുകളാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. 3 പോയിൻ്റുകളെ ഓൾറെഡി വരുന്നുള്ളൂ. അതായത് ഇവിടെ ഒരു ലൈറ്റ് പോയിൻ്റ് ബാത്റൂമിൻ്റെ അകത്ത് ഔട്ട് സൈഡിൽ 3 ലൈറ്റ് പോയിൻ്റുകളെ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് ഒരു സ്വിച്ചും 6 ആമ്പിയറിൻ്റെ സ്വിച്ചും അതേപോലെ സോക്കറ്റുമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 4 വരുന്നുള്ളൂ. നമുക്ക് 8ൻ്റെ ബോക്സ് ഉള്ളത് കൊണ്ട് നമ്മൾ 8ൻ്റെ ബോക്സ് വെച്ചതാണ്. കറക്റ്റ് 6ൻ്റെ ബോക്സ് മാത്രം മതി. 6ൻ്റെ ബോക്സ് വെച്ചിട്ട് ആ 3 പോയിൻ്റുകൾക്ക് 3 സ്വിച്ചും അതേപോലെ സോക്കറ്റും സ്വിച്ചും കൂടെ ആകുമ്പോൾ 3, 5, 6 വരുന്നുള്ളൂ. പിന്നെ ഒരെണ്ണം നമുക്ക് ഡമ്മി ഇട്ട് അടച്ച് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് 8ൻ്റെ ബോക്സ് ഉള്ളത് കൊണ്ട് നമ്മൾ 8ൻ്റെ ബോക്സ് അതാണ് വെച്ചേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലഗും കൂടെ, അതായത് ഒരു സോക്കറ്റും കൂടെ 2-in-1 സോക്കറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനേ ഉള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട് സൈഡിലോട്ട് ലൈറ്റുകൾ എന്തെങ്കിലും കുത്തിയെടുക്കാനോ അതിനോ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ മാക്സിമം വരുന്നത്. വേറൊന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഒരു പൈപ്പ് ഇരിക്കേണ്ട രീതിയിലാണ് നമ്മൾ പൈപ്പിന് വേണ്ടിയിട്ട് മെഷീൻ കൊണ്ട് കട്ട് ചെയ്ത് നമ്മൾ പൈപ്പ് അടിച്ച് പോയേക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫുള്ളും ബെൻഡിങ് പൈപ്പാണ്. 20യുടെ ബെൻഡിങ് പൈപ്പുകളും ബാൽക്കോടെ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബെൻഡിങ് പൈപ്പുകളും അതേപോലെ 20യുടെ ജംഗ്ഷൻ ബോക്സുകളുമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തൂടെ വയറ് വലിക്കണം, അതേപോലെ അത് സെറ്റ് ചെയ്യണം. അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കൺസീലിങ്ങിന് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രമാത്രം ശ്രദ്ധിക്കുക. ഫിറ്റിങ്സുകളും മാക്സിമം വയറിങ്ങിൻ്റെ അകത്ത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ കട്ട് ചെയ്ത് കൺസീൽഡ് ചെയ്യാൻ ശ്രമിക്കുക.